ഇടുക്കി കൂട്ടാറിൽ ഇന്നലെ വെള്ളത്തിൽ ഒഴുകിപ്പോയ ട്രാവലർ ഉയർത്തിയെടുത്തു. അരമണിക്കൂറോളം നീണ്ട പരിശ്രമത്തിന് ഒടുവിലാണ് ട്രാവൽ ഉയർത്താൻ കഴിഞ്ഞത്. വാഹനം പൂർണ്ണമായും കേടുവന്ന സ്ഥിതിയിലാണ്. നിതിൻ തോമസ് വിവരങ്ങളുമായി ചേർന്നത്. നിതിൻ, ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ഞെട്ടലോടെയാണ് എല്ലാവരും ഈ ദൃശ്യങ്ങൾ കണ്ടത്. അത്രമേൽ വലിയ കുത്തൊഴുക്കായിരുന്നു. സാമാന്യം വലിപ്പമുള്ള ഭാരമുള്ള വാഹനമാണ്. ആ വാഹനമാണ് കളിപ്പാട്ടമൊക്കെ ഒഴുകിപ്പോകുന്നത് പോലെ പുഴയിലൂടെ കുത്തി ഒലിച്ചു പോയത്. എപ്പോഴാണ് ഉയർത്തിയെടുത്തത്? രതീഷ്, ഇന്നലെ നമ്മൾ എല്ലാവരും, അതായത് മലയാളികൾ ഒന്നടങ്കം ഞെട്ടിപ്പോയൊരു ദൃശ്യങ്ങളായിരുന്നു ഈ കൂട്ടാറിലെ ട്രാവലർ ഒഴുകിപ്പോകുന്ന ആ ഒരു ദൃശ്യം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയധികം വലിയൊരു വാഹനം ഈ ഒഴുകിപ്പോകത്തക്ക രീതിയിലുള്ള വെള്ളമായിരുന്നു ഇന്നലെ കൂട്ടാറിൽ എന്ന് പറയുന്നത്. ഈ വാഹനം പിന്നീട് കണ്ടെത്തിയിരുന്നെങ്കിലും ഈ വാഹനം നിർത്തിയെടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലായിരുന്നു. അതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഈ വാഹനം ഉയർത്തിയെടുത്തത്. വാഹനം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. വാഹനമോ വാഹനത്തിന്റെ യാതൊരുവിധമായിട്ടുള്ള പാർട്സുകളോ ഇനി ഉപയോഗിക്കാനാവാത്ത വിധത്തിലായിരുന്നു ട്രാവലർ ഉണ്ടായിരുന്നത്. വളരെയധികം പ്രയാസപ്പെട്ട് അരമണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ വാഹനം പൂർണ്ണമായിട്ട് പുറത്തെത്തിച്ചത്. എത്ര ദൂരെ നിന്നാണ് ഈ വാഹനം ഉയർത്തിയെടുത്തത്? ഇപ്പോൾ തകർന്നടിഞ്ഞു എന്ന സാധാരണ നിലയിൽ വാഹനം വെള്ളം കയറി കേടുവന്നു എന്ന നിലയിലാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. കേടുവന്നല്ല, വാഹനത്തിന്റെ ഭാഗം തന്നെ ഇത് ആ വാഹനമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലാണ് ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഇന്നലെ നമ്മൾ ഈ വാഹനം കണ്ടെത്തിയ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ ഈ വാഹനത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പൂർണ്ണമായും തകർന്ന ഒരു നിലയിൽ തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ ഇത് എങ്ങനെയാകും എന്നുള്ളത് നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവാത്ത രീതിയിലായിരുന്നു. കാരണം ഇത് തലകുത്തനെ ടയർ മുകളിലേക്ക് നിൽക്കുന്ന ഓരോ സാഹചര്യത്തിലായിരുന്നു ഈ വാഹനം ഉണ്ടായിരുന്നത്. ഈ വാഹനം പൂർണ്ണമായിട്ടും തകർന്ന നിലയിൽ തന്നെയാണ്. വെള്ളത്തിൽ ഒഴുകി പോവുകയാണ് ഉണ്ടായത്. പക്ഷേ ഈ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലൊക്കെ തന്നെ ഈ നെടുങ്കണ്ടത്തും ഈ കൂട്ടാർ മേഖലകളിലൊക്കെ തന്നെ ഉരുൾപൊട്ടലിന് സമാനമായ മണ്ണിടിച്ചിലുകൾ ഉണ്ടായിരുന്നു. ഇതിലൊഴുകി വന്ന കല്ലുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു വെള്ളത്തിന്റെ ശക്തി ഒരു പ്രളയ സമാനമായ വെള്ളമായിരുന്നു. ആ ഒരു ശക്തിയിൽ അല്ലെങ്കിൽ ആ ഒരു ഒഴുക്കിൽപ്പെട്ടാണ് ഇത്തരത്തിൽ പൂർണ്ണമായും ഉപയോഗിക്കാൻ കഴിയാത്തൊരു നിലയിലേക്ക് ഈ വാഹനം തള്ളപ്പെട്ടത്. ഒരു വിധത്തിലും ഇനി ആ വാഹനം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ വാഹനം പുറത്തെടുത്തപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത്. ട്രാവലർ ഒഴുക്കിൽപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ ഇന്നലെ കണ്ടതാണ്. അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വാഹനം കരയ്ക്ക് കയറ്റുന്നത്. പരിപൂർണമായി ആ ട്രാവലർ തകർന്നു എന്ന്